അങ്ങനെ 2026 അതായത് ഈ പുതുവർഷത്തിലെ ആദ്യഘട്ട ക്ഷേമ പെൻഷൻ വിതരണമെല്ലാം 25-ന് ശേഷം വിതരണം ആരംഭിക്കുകയാണ്. 26-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. സംസ്ഥാന ബഡ്ജറ്റ് 29-ാം തീയതിയാണ്. ആ ദിവസങ്ങളിലെല്ലാം തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും. 2000 രൂപ വീതം ജനുവരി മാസത്തെ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് 63 ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്കായിരിക്കും കൈമാറുക. വിവിധ രേഖകൾ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. എങ്കിൽ പോലും ആ ലിസ്റ്റ് പരിഗണിക്കാതെ എല്ലാവർക്കും ഈ പ്രാവശ്യം സഹായമുണ്ട്. എന്നാൽ ഫെബ്രുവരി മാസം മുതൽ ഇതിൽ പലർക്കും ആനുകൂല്യം തടസ്സപ്പെടുകയും ചെയ്യും. രേഖകൾ സമർപ്പിക്കാൻ ചിലർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് ജനുവരി മാസം 30-ാം തീയതിയും ഇനി അതോടൊപ്പം തന്നെ മറ്റ് ചിലർക്ക് ജൂൺ മാസം 30-ാം തീയതി വരെയും സമയം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. അതുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണ്. ഏറ്റവും ആദ്യത്തേത് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കാത്തവർ മാത്രം ഇത് ഏൽപ്പിച്ചാൽ മതി. കാരണം ഒരിക്കൽ മുൻപ് നമ്മളിത് സമർപ്പിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പെൻഷൻ അപേക്ഷ വയ്ക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുള്ളവരാണ്. ഈ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കാണും. അത് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര രൂപയായിരുന്നു അന്ന് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകിയിരുന്നത്, അതെല്ലാം സേവനയുടെ സൈറ്റിലുണ്ടാകും. ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ, അതായത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായിട്ട് കാണുന്നില്ല എങ്കിൽ, രേഖകൾ കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ സ്റ്റാറ്റസിൽ വരുന്നത് എങ്കിലാണ് നമ്മൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ മാത്രം ഇത് ഏൽപ്പിച്ചാൽ മതി. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവരാണെങ്കിൽ അവർ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പെൻഷൻ സ്കീമുകൾ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായം, അങ്ങനെ വിവിധ മേഖലകളിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരിക്കലും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സേവനയിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളുടെ കാര്യം എടുക്കാം. വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ഇതിലുള്ള സമയപരിധി ജനുവരി മാസം 30-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കേസിലാണ് ജൂൺ മാസം 30-ാം തീയതി വരെയൊക്കെ സമയമുള്ളത്. അത്രയും നാളത്തേക്ക്, അതായത് വരുന്ന 6 മാസത്തെ കാലത്തേക്ക് നമ്മുടെ പെൻഷൻ തടയുകയില്ല എന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സമയപരിധിക്കുള്ളിൽ എത്രയും വേഗം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കണം. ഇനി ഈ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ ആണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതെല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മൾ 2025 ജനുവരി മാസം മുൻപ് കൊടുത്തവരായിരിക്കാം. ഈ 2026 ജനുവരിയിലും ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കണം. എല്ലാ വർഷവും ഇത് കൊടുത്ത് പുതുക്കിക്കൊണ്ടിരിക്കണം. 60 വയസ്സിന് മുകളിൽ പ്രായമെത്തിയവർ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിയമപരമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ക്ഷേമ പെൻഷൻ ഈ മാസം എല്ലാവർക്കും മുടക്കം കൂടാതെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. എന്നാൽ അതിനുശേഷമൊക്കെയാണ് ഫെബ്രുവരി മാസം മുതൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും. ഇനി ജൂൺ മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങും. അപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വിതരണം കൂടി ഉള്ളതുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് 8.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഈ മാസത്തെ വിതരണം നടക്കുമ്പോഴും കേന്ദ്ര വിഹിതം ആദ്യഘട്ടത്തിൽ കുറഞ്ഞായിരിക്കും വരിക. അതിനുശേഷം വളരെ വൈകാതെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തുന്നത്. തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കാത്തവർ ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് CD സ്റ്റാറ്റസ് പരിശോധിക്കുകയും വേണം. അപ്പോൾ 26-ാം തീയതി മുതൽ പെൻഷൻ വിതരണമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കട്ടെ. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 26-ാം തീയതി മുതലൊക്കെ വിതരണം ആരംഭിക്കുകയാണ്. 26-ാം തീയതി മുതൽ അങ്ങോട്ടായിരിക്കും വിതരണം നടക്കുക. സംസ്ഥാന ബഡ്ജറ്റ് 29-ാം തീയതി. ഈ സമയങ്ങളിലെല്ലാം പെൻഷൻ വിതരണത്തിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുന്നതായിരിക്കും. ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതുമായിരിക്കും. സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുള്ളവർ, അതായത് ഒരിക്കൽ പോലും ഇത് സമർപ്പിച്ചിട്ടില്ലാത്തവർ മാത്രമാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുള്ള വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ 60 വയസ്സിന് മുകളിൽ പ്രായം എത്തിയിട്ടില്ലാത്തവരെല്ലാം ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചാലും മതിയാകും. പിന്നീട് ഇത് ഉദ്യോഗസ്ഥർ ഒരു നിശ്ചിത തീയതിയിൽ ഒരുമിച്ച് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. നമ്മൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ സേവനയിൽ ഇത് കാണണമെന്നില്ല. ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള സംശയം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ അറിയിപ്പ് കൂടി നൽകുന്നത്. പിന്നീട് നമുക്ക് ഒരു നിശ്ചിത ദിവസത്തിന് ശേഷമായിരിക്കും ഇത് സേവനയുടെ സൈറ്റിലേക്ക് ഇവരിത് അപ്ലോഡ് ചെയ്യുക. നമുക്ക് രേഖകൾ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു കടമ മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തുകൊള്ളും. ആനുകൂല്യം മുടങ്ങുന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. നിലവിൽ ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുന്നതുമായിരിക്കും. 2000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത്. 26-ാം തീയതി മുതൽ 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചേരും.
ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്ന 8 ലക്ഷം വ്യക്തികളുണ്ട്. അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ടായിരിക്കും ലഭിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി PBG റാംജി എന്ന് പുനർനാമകരണം ചെയ്യുകയും പദ്ധതിയുടെ പുതിയ രൂപരേഖകൾ നടപ്പാവുകയും ചെയ്യുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ ഇതിലധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ ദിനങ്ങളായിരിക്കും നമുക്ക് ലഭ്യമാവുകയും പരമാവധി 125ഓളം തൊഴിൽ ദിനങ്ങൾ ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, മുൻപൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിങ് കൂടി ഉണ്ടാകും. അതായത് സംസ്ഥാന സർക്കാർ കൂടി വിഹിതമിടണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ 60% തുക വഹിക്കും, 40% തുക വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരായിരിക്കും. അതുമാത്രമല്ല, ഒരു സാമ്പത്തിക വർഷത്തിൽ 60 ദിവസങ്ങൾ വരെ പ്രവർത്തികൾ നിർത്തിവെക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടെ ഇതിലുണ്ടായിരിക്കും. വേതന വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേതനം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും അക്കൗണ്ടിലേക്ക് പണം എത്താതെ വരുന്ന സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇതെല്ലാം ഏത് രീതിയിൽ നടപ്പാകുമെന്നുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു അന്തിമ രൂപരേഖ അല്ലെങ്കിൽ ഒരു നടപടികൾ ആയിട്ടില്ല. എങ്കിൽ പോലും പുതിയ നിയമപ്രകാരമുള്ള പദ്ധതിയായിരിക്കും, അതായത് PBG റാംജി സ്കീം പ്രകാരമുള്ള ആനുകൂല്യങ്ങളായിരിക്കും ഇനി തൊഴിലാളികൾക്ക് ലഭിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. അപേക്ഷകൾ ജനുവരി മാസം 20-ാം തീയതി വരെ നൽകാനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ചാൽ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളുമെല്ലാം നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട്. നിലവിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്കീം, അതോടൊപ്പം തന്നെ ബിരുദാനന്തര തലങ്ങളിൽ പാസ് ഔട്ടായി അത് 80%-വും അതിനു മുകളിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ 15,000 രൂപ വരെ ക്യാഷ് അവാർഡ് ലഭിക്കുന്ന പദ്ധതികളുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ കേരളത്തിൽ പഠിക്കുന്നവർക്കുള്ള അത്തരത്തിലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സിന് വേണ്ടിയുള്ള സഹായങ്ങൾ, നഴ്സിംഗ് ഡിപ്ലോമ പഠിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ, അപ്പോൾ ഇങ്ങനെയുള്ള പല സ്കീമുകളുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്ന ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ്, ഇങ്ങനെ വിവിധ സ്കീമുകളിലാണ് ബിരുദ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഇതെല്ലാം തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയായിരിക്കും, അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും സഹായങ്ങൾ ലഭിക്കുക. അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വളരെ വൈകാതെ തന്നെ സെലക്ഷൻ ലിസ്റ്റ് പൂർത്തിയാക്കി ആനുകൂല്യങ്ങളുടെ വിതരണവും ഉണ്ടായിരിക്കും. BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന ഇതിലെല്ലാം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ APL കാർഡ് ആണെങ്കിലും കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.